സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കളിവിടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 5 മാസത്തോളമായി നമ്മൾ കണ്ടിട്ട് അല്ലെങ്കിൽ സംസാരിച്ചിട്ട്. ഷോർട്ട് വീഡിയോ ഇടാറുണ്ട്, ലോങ് വീഡിയോ 5 മാസത്തോളമായി എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട്. വേറൊന്നും കൊണ്ടല്ല, ചെറിയ കാരണങ്ങൾ കൊണ്ടാണ് ഇടാൻ പറ്റാതെ വന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് മാക്സിമം ഇടാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ട് എല്ലാം ഇനി അങ്ങോട്ടും വേണം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇപ്പം എന്താ 5 മാസത്തോളമായി വിട്ട് നിന്നത് വേറൊന്നും കൊണ്ടല്ല. 2024 ജനുവരിയിലാണ് ഞാൻ രണ്ടാമത് പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. അപ്പോൾ രണ്ടാമത് പ്രഗ്നൻ്റ് ആയ ആ ആദ്യ പ്രഗ്നൻ്റ് പോലെയല്ല ഇപ്പോൾ രണ്ടാമത് പ്രഗ്നൻ്റ്. കാരണം ക്ഷീണവും കാര്യങ്ങളും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. 3-ാം മാസം സ്കാനിങ്ങിൽ ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 5-ാം മാസമായി. അപ്പോൾ 5-ാം മാസം സ്കാനിങ്ങിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അത് റെഡിയായി വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ഈ 2024 മാർച്ച് 12-ാം തീയതി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടന്നു. എൻ്റെ അച്ഛൻ എന്നെ വിട്ടുപോയി. മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു തലേ ദിവസം 11-ാം തീയതി. അപ്പോൾ അത് കഴിഞ്ഞ് നല്ല രീതിയിൽ സന്തോഷമായി ആഘോഷിച്ച് അത് കഴിഞ്ഞതിന് ശേഷമാണ് പിറ്റേ ദിവസമാണ് എൻ്റെ അച്ഛൻ ഞങ്ങളെ വിട്ടു പോയത്. അത് ഞങ്ങൾ പോലും പ്രതീക്ഷിച്ചില്ല. പണിക്ക് പോയപ്പോൾ പെട്ടെന്ന് വേദന വന്നതാണ്. ഹോസ്പിറ്റലിലെത്തി. ഇവിടെ അടുത്തുള്ള ആദ്യം ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ വേറെ ഒരു ഹോസ്പിറ്റൽ എക്കോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒരു ഹോസ്പിറ്റലിലേക്ക് നമുക്ക് പറഞ്ഞയച്ചു. അവിടെ എത്തുമ്പോഴത്തേക്കും പൾസൊക്കെ ഇല്ലാതെയായി. അങ്ങനെ ഒരു കാര്യം നടന്നു. അപ്പം അതിൻ്റെ ചെറിയ എന്താ പറയുക, ആ ഒന്ന് മനസ്സിൽ നിന്ന് അങ്ങോട്ട് വിട്ട് മാറുന്നില്ല. ഇതുവരെ മാറിയിട്ടുമില്ല. അറിയില്ല, ഇപ്പോഴും ഉണ്ടാവും മനസ്സിൽ. കാരണം ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. കാരണം ഒരു അസുഖവും കാര്യങ്ങളും ഇതുവരെ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഞാനും അമ്മയും മാത്രമാണ് വീട്ടിലുള്ളത്. അപ്പോൾ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുക. അപ്പം അമ്മ ജോലിക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ ഞാൻ മാത്രമാണ് ഇപ്പം വീട്ടിലുള്ളത്. അപ്പോൾ ഇങ്ങനെ വെറുതെ നിന്നപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഞാൻ എടുക്കുന്നത്. എന്തായാലും മാക്സിമം പറ്റുന്നിടത്തോളം വീഡിയോ എടുക്കാൻ ഇനി ശ്രമിക്കാം. നിങ്ങളെ സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം. എന്താ പറയുക, വീഡിയോ എടുക്കുമ്പോൾ ചില തെറ്റുകളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ എല്ലാവരും ക്ഷമിക്കുക. അങ്ങനെ തെറ്റുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഇനി അങ്ങോട്ട് മറക്കാതെ എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കണം. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ. എല്ലാവരും സുഖം.